ഈ വാക്കുകൾ പഠിക്കുമ്പോൾ പ്രശ്നം വെച്ചാൽ വി ആർ നോട്ട് ലൈക്ലി ടു റിമെമ്പർ. പീപ്പിൾ ട്രൈ ടു ലേൺ വേർഡ്സ്. വാക്കുകൾ പഠിക്കാൻ എപ്പോഴും ശ്രമിക്കും. എനിക്കും ഐ യൂസ് ടു ഹാവ് ദ കൈൻഡ് ഓഫ് ഹാബിറ്റ്. ഒരു സെൻറ്റൻസ് പഠിക്കുമ്പോൾ ഓർത്ത് വെക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു വാക്ക് പഠിച്ചാൽ മറന്നു പോകും നമ്മൾ. വി ലേൺ വേർഡ്സ് ആൻഡ് വി ഫർഗെറ്റ്. സോ ഇൻസ്റ്റാറ്റ് ട്രൈ ടു ലേൺ ഫ്രേസസ്. ഒന്നുകിൽ ഫ്രേസ് പഠിക്കാം. ഫോർ എക്സാമ്പിൾ ഐ എം ഹാപ്പി അബൌട്ട് ഇറ്റ്. അപ്പോൾ ഹാപ്പിനോട് അബൌട്ട് എന്നാണ് വരുന്നത്. നമ്മൾ പഠിച്ചു വെക്കണം എപ്പോഴും. ഹാപ്പിനോട് അബൌട്ട് ആണ് വരുന്നത്. ഇപ്പം ഞാൻ ഉഷാറാന്നുള്ളതിന് ഗുഡ് എന്ന് പറയാറല്ലേ. ഉഷാറാണ് നല്ലതെന്ന് ഗുഡ് എന്നാണ് പറയാറ്. ഇപ്പോൾ സുഹറ കുക്കിങ്ങിൽ ഉഷാറാണ് എന്ന് പറയാം. സുഹറ കുക്കിങ്ങിൽ ഉഷാറാണ് പറയും. സുഹറ ഈസ് ഗുഡ് അബൌട്ട് ആണോ? ഗുഡ് അറ്റ് കുക്കിംഗ്. സുഹറ ഈസ് ഗുഡ് അറ്റ് കുക്കിംഗ്. ഗുഡ് അബൌട്ട് എന്ന് പറയില്ല. ഗുഡ് ഇന്നും പറയില്ല. ഗുഡ് ഓൺ എന്നും പറയാറില്ല. ഗുഡ് വിത്ത് എന്നും പറയാറില്ല. സോ ഈ ഗുഡിനോട് അറ്റാണ് വരുന്നതെന്ന് പഠിച്ചു വെക്കണം. പഠിച്ചില്ലെങ്കിൽ പ്രശ്നം അതാണ്. എല്ലാവർക്കും ഹാപ്പി അറിയാം. ഹാപ്പിനെസ് ശരി അബൌട്ട് ആണോ വിത്ത് ആണോ എന്ന് അറിയില്ല. അണ്ടർസ്റ്റാൻഡ് മീ? അപ്പം ഇങ്ങനെ വാക്കുകൾ പഠിച്ചാൽ പ്രശ്നം വെച്ചാൽ we might find it a bit difficult to construct sentences or put them in a sentence. Or sometimes we'll be clueless what comes after this, and this is a problem. And learn sentences as well. Sentences പഠിച്ചു വെക്കുന്നത് that really helps. Sentences പഠിച്ചു വെക്കുന്നത് it makes you fluent. പഠിച്ചേ, come on. Here you are. എന്താർത്ഥം? ഇതാന്നർത്ഥം. ഒരാൾക്കൊരു സാധനം കൊടുക്കില്ലേ? ഫോർ എക്സാമ്പിൾ സുഹൃ ചോദിച്ചത്, സർ can I have a pen? Here you are. അപ്പോൾ അത് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മെച്ചം എന്ന് വെച്ചാൽ നമുക്കത് ആ സമയത്ത് എന്തുവേണം വന്നോളും. ഇനി അത് നമ്മൾ ടേക്ക് ദിസ് എന്ന് പറയുന്നത് ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഹിയർ ഈസ് ടേക്ക് ദിസ് എന്ന് പറയേണ്ട ആവശ്യമില്ല. ഹിയർ യു ആർ പറഞ്ഞാൽ ഹിയർ യു ആർ. സെൻറ്റൻസിൽ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മെച്ചം എന്ന് വെച്ചാൽ വി ഡോണ്ട് ഹാവ് ടു തിങ്ക്. ആലോചിക്കേണ്ട ആവശ്യമില്ല. വി ഡോണ്ട് ഹാവ് ടു ട്രാൻസ്ലേറ്റ്. നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആവശ്യമില്ല. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ്. കാര്യം അത് പറ്റുമോ, ആ വാക്ക് ഇത് അപ്രോപ്രിയേറ്റ് ആണോ, ഇത് പറ്റുമോ, ട്രാൻസ്ലേറ്റ് ആവശ്യമില്ല. ആൻഡ് യു സം മോർ നാച്ചുറലായിട്ട് തോന്നും.